മഹർ അവസാന ഭാഗം. രചന നുജൂം ഉസ്മാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ഓർക്കണം എന്നോട്. ഈ മഹർ കഴുത്തിൽ വീഴുമ്പോൾ എനിക്ക് വെറുപ്പായിരുന്നു, നിങ്ങൾ ദേഷ്യമായിരുന്നു. പക്ഷേ ഇന്നതെൻ്റെ ജീവനാ. എന്നാലും വേണ്ട, ഈ മനസ്സിൽ വേറൊരാളുണ്ടല്ലോ ഇപ്പോൾ, വേറൊരു സ്നേഹമുണ്ട്. ഞാൻ ബുദ്ധിമുട്ടായി നിൽക്കില്ല. ഇക്കാരൻ്റെ മുഖത്ത് നോക്കി ഒരിക്കൽ ഞാൻ പറഞ്ഞ മൂർച്ചേറിയ വാക്കുകളില്ല ഇന്നെന്നെ തിരിഞ്ഞ് കൊത്തുന്നുണ്ട്, ഒരുപാട് നോവിക്കുന്നുണ്ട്. പൊറുക്കണം എന്നോട്, മാപ്പ് തരണം. ഇനി റഹീമിൻ്റെ ജീവിതത്തിലൊരു കരടായി ഈ നൗറ ഉണ്ടാവില്ല. നൗറ ബെഡിനടുത്തായി വെച്ചിരുന്ന് തൻ്റെ ഡ്രസ്സ് ഇറങ്ങിയ പെട്ടിയെടുത്തു. റഹീം മുന്നോട്ട് നടന്ന് ജനാലയുടെ അടികളിൽ ഒരു കൈ കൊണ്ട് പിടിച്ച് പേപ്പർ ചുരുട്ടി പിടിച്ച കൈ പുറത്തേക്ക് കെട്ടി മുറ്റത്തേക്ക് നോക്കി നിന്നു. മറുപടി ഒന്നുമില്ലാതെ നൗറ അവന് പുറകിൽ ചെന്ന് നിന്നു. മുഖം കാണുന്നില്ല, അവൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്നതിനാൽ. ലച്ചുവിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്, അവളിപ്പോൾ വരും. ഉമ്മയോടും ഉപ്പയോടും ഞാൻ വീട്ടിൽ നിൽക്കാൻ പോകണമെന്ന് പറഞ്ഞോളാം. പിന്നെ സാവധാനിക്ക കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല. വേദനയോട് അവൾ പറഞ്ഞു. ഇക്കാൻ്റെയും ദീനയുടെയും കല്യാണം പറയില്ല എന്നോട്? അല്ലെങ്കിൽ വേണ്ട, പറയണ്ട. എനിക്ക് കാണാൻ കഴിയില്ല. ഇക്ക സന്തോഷമായിട്ട് കഴിയുന്നെന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. നൗറ ഇടറുന്ന ശബ്ദത്താലെ പറഞ്ഞു. എന്നിട്ട് റഹീം തിരിഞ്ഞു നോക്കിയില്ല. അവളെത്താനായി കാണും, പോവാ ഞാൻ. അവനൊന്ന് മൂളി. അവൾ കുറച്ച് നേരം കൂടെ അങ്ങനെ തന്നെ നിന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ, പോവേണ്ടെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഹൃദയം നുറുങ്ങുന്നു, ആ ഒരു വാക്കിനായി മനസ്സ് കൊതിക്കുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. സത്യം കൈവിട്ട് പോയിരിക്കുന്നു. തന്നെ ഭ്രാന്തമായി പ്രണയിച്ച മനസ്സിനെ താൻ മുറിവേൽപ്പിച്ച് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. സർവ്വം നഷ്ടപ്പെട്ടവളായി തകർന്ന മനസ്സോടെ നൗറ ബാഗുമായി തിരിഞ്ഞു നടന്നു. പതിയെ ഓരോ അടികൾ വെക്കും തോറും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വീണ്ടും താൻ ഒറ്റക്കായി. സഹിക്കാൻ കഴിയുന്നില്ല, ഹൃദയം വിങ്ങുന്നു. തൻ്റെ പ്രണയം ഒരു പ്രതികരണമില്ലാതെയാണ് നിൽക്കുന്നത്. വാതിലിനടുത്തേക്ക് എത്തിയതും കാറ്റ് പോലെ എന്തോ വന്ന് അവളെ വലിച്ച് ഡോറിനോട് ചേർത്തു. രണ്ട് തോളിലും ശക്തിയോട് അമർത്തി. വല്ലാത്ത വേദന. നൗറ പേടിയോടെ ഇറുകിയ കണ്ണുകൾ അടച്ചു. ബാഗ് കയ്യിൽ നിന്നും തെറിച്ചുപോയി. എന്താണിപ്പോൾ സംഭവിച്ചെന്ന് അവൾക്ക് മനസ്സിലായില്ല. പതിയെ കണ്ണു തുറന്നു നോക്കിയതും ചുവന്നു തൊടുത്ത കണ്ണുകളോടെ വലിഞ്ഞ മുറുകിയ മുഖത്തോടെ ദേഷ്യത്തിൽ തന്നെ ഉറ്റുനോക്കുന്ന മുഖം. അടുത്ത്, അത്രമേൽ തൊട്ടടുത്ത്. ശ്വാസം വിടാൻ പോലും മറന്നു അവൾ. പോവോ നീ, എന്നെ വിട്ടു പോവോന്ന്. അതൊരു അലർച്ചയായിരുന്നു. നൗറ വിറച്ചുപോയി, തൊണ്ട വരണ്ടുപോയി. ഞാൻ പുന്നാര മോളെ, എന്ത് ധൈര്യത്തിലാടി നീ ആ പേപ്പറിൽ ഒപ്പിട്ട്? നിന്റെ മറുപടി എന്താവെന്ന് അറിയാൻ വേണ്ടി തന്നെയാ ഞാനങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പേപ്പർ ഉണ്ടാക്കി നിനക്ക് കൊണ്ടുവന്ന്. അപ്പൊ അതിലങ്ങ് ഒപ്പിട്ട് എന്നേക്കായിട്ട് എന്നെ ഉപേക്ഷിച്ച് പോവാന്ന് കരുതിയോ നീ? ഞാൻ കെട്ടി ഈ മഹർ പൊട്ടിച്ചെറിഞ്ഞ് എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു പോവാന്ന് കരുതിയോ? എന്താ നാക്കിലെടി നിനക്ക് പറയാൻ? എന്നോട് പറഞ്ഞോണ്ടല്ലേ, എന്നെ വേണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ. നൗറ പേടിയോടെ വിക്കി പറയാൻ ശ്രമിച്ചു. നിർത്തടി, വേദനിച്ചല്ലേ നിനക്ക്? വേദനിച്ചല്ലേ? അപ്പൊ എന്റെ വേദനയോ അത് നീ കണ്ടിരുന്നോന്ന്? ഓരോ തവണ എന്റെ മുഖത്ത് നോക്കി എന്നെ വെറുപ്പാണെന്ന് ഇഷ്ടമല്ലെന്നും പറയുമ്പോ എനിക്ക് വേദനിച്ചില്ലേ? ഓരോ തവണ അവഗണിക്കുമ്പോഴും ഒഴിഞ്ഞു മാറി നടക്കുമ്പോഴും എനിക്ക് വേദനിച്ചില്ലേ? പട്ടിയെപ്പോലെ നിന്റെ പുറകെ നടന്നപ്പോഴും എനിക്ക് വേദനിച്ചില്ലേ? ഞാനൊരു മനുഷ്യനാ. അവൻ അലറുകയായിരുന്നു. അതൊക്കെ പോട്ടേന്ന് വെക്കാം. ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളും നീ അനുസരിച്ചോ? അന്നേ ഞാൻ പറഞ്ഞല്ലേ അതിന്റെ പുറകെ പോവണ്ടാന്ന്. ആ ഒരു കാര്യങ്ങൾ നീ അനുസരിച്ചോ? പറയടി. ഞാൻ സത്യം അറിയാൻ പോലും അറിഞ്ഞിട്ട് എന്ത് കിട്ടിയിടി നിനക്ക്? അവന് തിരിച്ചു കിട്ടിയോ? ഞാൻ ചതിനാണെന്ന് മനസ്സിലാക്കിയോ നീ? പറയും. നൗറ മുഖം കുനിച്ചു പോയി. ഇങ്ങോട്ട് നോക്കടി, ഇങ്ങോട്ട് നോക്കാൻ. നൗറ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി. ഇനിയും നിനക്ക് അവന് മതിയോ? അവന്റെ കൂടെ ജീവിക്കണമെന്നാണോ? എന്നെ വേണ്ടെന്നാണോ? എന്റെ മനസ്സിൽ പോലും ഇപ്പൊ അയാളില്ല. ഇങ്ങനെ പറയില്ലേ എന്നോട്? റഹീമിന്റെ ചുള്ളിൽ പുച്ചച്ചിരി വിരിഞ്ഞു. ആരോട് ചോദിച്ചിട്ടാ നീ നിന്റെ സാധനങ്ങളൊക്കെ കെട്ടിപ്പൂട്ടി പെട്ടിയിലാക്കിയത്? ഇവിടുന്ന് പോവാനിറങ്ങിയത് ആരോട് ചോദിച്ചിട്ടാണെന്ന്? പിരിയാന്ന് പറഞ്ഞപ്പോ, ദീനയൊപ്പം കൂട്ടുകയാണെന്ന് പറഞ്ഞപ്പോ എനിക്കാക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി ഞാൻ ഒഴിഞ്ഞു പോകാന്ന് വിചാരിച്ച. റഹീമിന്റെ മുഖം ഒന്നുകൂടെ വലിഞ്ഞു മുറുകി. റഹീമിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ, അത് ഈ നിൽക്കുന്ന നൗറയാ. പിടിച്ച പിടിയാലെ ഒരുത്തനും കൊടുക്കാൻ നിന്റെ സമ്മതം പോലില്ല നിന്നെ നിക്കാഴ്ച കൂടെ കൂട്ടിയത് എന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയാ. അതിന് നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതങ്ങനെ തന്നെയാണ് നൗറ. അല്ലാതെ ഒരു ദിവസം അങ്ങ് വേണ്ടെന്ന് വെക്കാനല്ല. കാരണം അത്രയ്ക്ക് ഭ്രാന്താ എനിക്ക് നീ എന്ന് വെച്ചാ. ഒന്നിനും മാറ്റാൻ പറ്റാത്ത ഭ്രാന്ത്. റഹീം ഒന്നുകൂടെ അവിടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. എന്നിട്ട് അവിടെ കണ്ണിൽ നോക്കി പറഞ്ഞു. അതല്ല, നിനക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ലെങ്കിൽ, എന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ദുആ ചെയ്തോ നീ. എത്രയും പെട്ടെന്ന് ഞാനങ്ങ് മരിച്ചു പോവാൻ. മനസ്സിലായില്ലേ?
പരലോകത്തേക്ക് കെട്ടിയെടുക്കാൻ. അതോടെ അവസാനിക്കില്ലല്ല. അല്ലാതെ നീ എൻ്റെ അടുത്തുനിന്ന് പോവാന്ന് ഒരിക്കലും കരുതണ്ട. നൗറ ഞെട്ടിപ്പോയി അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ. നിഷേധാർത്ഥത്തിൽ തല ഇരുവശത്തേക്ക് അനക്കിക്കൊണ്ട് അവൾ മുഖം രണ്ടേ കൊണ്ട് പൊത്തി പൊട്ടി കരഞ്ഞുപോയി. ആ കരച്ചിൽ റഹീമിന്റെ ദേഷ്യം കുറച്ച് അയച്ചു. അവൻ അലിവ് തോന്നി അവളോട്. തോളിൽ അമർത്തിയ കൈ എടുത്തുകൊണ്ട് അവളുടെ കൈ പിടിച്ചു മാറ്റി ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ മുഖം അവന് നേരെ ഉയർത്തി. അങ്ങനെ എങ്ങ് നിന്നെ വേണ്ട നോക്കുന്ന കരുതിയോ നീ? എൻ്റെ പ്രാണൻ അല്ലടി പൊട്ടി നീ. നിന്നെ ഉപേക്ഷിച്ച് ഞാൻ വേറെ കെട്ടുമെന്ന് എങ്ങനെ കരുതിയടി നീ? റഹീമിന്റെ മനസ്സിലും ജീവിതത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ. ഇന്നോ ഇന്നലെയോ അല്ല, ഓർമ്മ വെച്ച നാൾ മുതൽ മനസ്സിൽ ഉറപ്പിച്ചതാ അത്. അപ്പോഴും കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ നൗറ മുഖം തിരിച്ചു. ഇങ്ങോട്ട് നോക്ക് പെണ്ണേ. അവൻ അവളുടെ മുഖത്തേക്ക് പതിയെ ഊതി. നൗറ അവന്റെ കണ്ണിലേക്ക് നോക്കി. നിന്റെ മനസ്സിൽ എന്നോട് സ്നേഹം തോന്നി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അല്ലെങ്കിലും നിന്നിലുള്ള ഓരോ മാറ്റവും മറ്റാരെക്കാളും മുമ്പ് എനിക്ക് മനസ്സിലാവും പെണ്ണേ. പക്ഷെ എൻ്റെ വാക്കുകേൾക്കാൻ നീ അവനെ കാണാൻ പോയത് ഓർമ്മ വരുന്തോറും എനിക്ക് ദേഷ്യം കൂടി വന്നു. ഒപ്പം ഇത്രയും നാളും നീ എനിക്ക് തന്ന അവഗണനയും കൂടിയായപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനായില്ല. നമ്മൾ സ്നേഹിക്കുന്ന ആള് നമ്മൾ അവഗണിക്കുമ്പോഴുണ്ടാകുന്ന വേദന അത് നീയൊന്ന് അറിയണമെന്ന് എനിക്ക് തോന്നി. അല്ലാതെ സ്നേഹമില്ലായിട്ടാണെന്ന് കരുതിയോ? ഓരോ പ്രാവശ്യവും ഞാൻ കാരണം നീ വേദനിക്കുന്നതിനേക്കാൾ ഇരട്ടി നീറിയിട്ടുള്ളത് എൻ്റെ നെഞ്ച. ദീനയ്ക്ക് എന്നോടുള്ള ഇഷ്ടം നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാനൊന്ന് മുതലെടുത്തതേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ഉള്ളിൽ അവളൊന്നുമില്ല. നിന്നെ ഒഴിവാക്കി അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു വന്നതിന് ഇന്നലെ കണക്കിന് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അതും പറഞ്ഞ് നിന്റെ അടുത്ത് പോലും അവൾ വരില്ല. എനിക്കെൻ്റെ നൗറക്കുട്ടിയെ മാത്രം മതി, മരണം വരെ. അതങ്ങനെ തന്നെയാ. അവൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന ഓരോ വാക്കുകളും അവളെ കോരിത്തരിപ്പിച്ചു. എന്നെ പറ്റിച്ചാണല്ലേ? അപ്പോൾ ഞാൻ എന്തോരം വേദനിച്ചെന്നറിയിക്കാക്ക്. നെഞ്ച് പൊട്ടിയായിരുന്നു, സഹിക്കാൻ പറ്റിയില്ല എനിക്ക്. ഇപ്പം ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും മരിച്ചു പോയെങ്കിലെന്നാ ഞാൻ കൊതിച്ചത്. അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും ഇക്കാനെ, എൻ്റെ ജീവന്. ആയിക്ക് എന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ തകർന്നു പോയി ഞാൻ. വിതുമ്പരോടൊന്ന് അവർ പറഞ്ഞു നിർത്തി. ക്ഷമിക്കടി, എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചതിന്, ഇത്രയും വേദന നിനക്ക് തന്നതിന്. ഇനി ഈ ജന്മം മുഴുവൻ ഈ കണ്ണു തിരയാൻ നോക്കിക്കൊള്ളാം ഞാൻ. ഇത് റഹീം എൻ്റെ പെണ്ണിന് തരുന്ന വാക്കാ. റഹീം അത് പറഞ്ഞതും നൗറ അവനെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു. മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു. റഹീമിന്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു, കണ്ണുകൾ നിറഞ്ഞുകൊണ്ടുള്ള സന്തോഷത്തിന്റെ പുഞ്ചിരി. അവൻ പതിയെ രണ്ട് കൈകൾ കൊണ്ട് നൗറയുടെ മുഖം പിടിച്ചുയർത്തി. കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുകയാണ്. പതിയെ അവളുടെ നെറ്റിയിൽ അവൻ ചുണ്ടുകൾ അമർത്തി. നൗറയൊന്ന് പിടഞ്ഞുപോയി. രണ്ട് കണ്ണിലും കവിളിലും അവന്റെ ചുണ്ടുകൾ മാറി മാറി പതിഞ്ഞു. നൗറയുടെ കൈകൾ അവന്റെ ഷർട്ടിൽ മുറുകി. പിന്നീട് കുറച്ചു നേരത്തേക്ക് അനക്കൊന്നും കാണാത്തതുകൊണ്ട് നൗറ പതിയെ കണ്ണുകൾ തുറന്ന് റഹീമിനെ നോക്കി. കുസൃതി ചിരിയോടെ തന്നെ നോക്കി നിൽക്കുകയാണ്. നൗറയുടെ കണ്ണുകൾ അവന്റെ മുഖത്ത് പതിഞ്ഞ ആ നിമിഷം അവൻ അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി. നൗറയൊന്ന് പൊള്ളി പിടഞ്ഞുപോയി. ശരീരത്തിലൂടെ ഒരു തരിപ്പ് പ്രവഹിക്കുന്ന പോലെ പതിയെ ശരീരം തളരുന്നു. ഓർന്നു പോവാൻ തുടങ്ങിയ തന്നെ വീണ്ടും ആ കൈകൾ ശക്തിയോടെ വലിച്ചടുപ്പിച്ചു. മതിവരാതെ അവളുടെ അധരങ്ങളെ വീണ്ടും വീണ്ടും നുകർന്നു, ഒട്ടും വേദനിപ്പിക്കാതെ. അവസാനം അവൾക്ക് ശ്വാസം കിട്ടുന്നില്ലെന്ന് മനസ്സിലായതും അവൻ അവളെ മോചിപ്പിച്ചു. നിനക്കൊട്ടും സ്റ്റാമിന ഇല്ല കേട്ടോ. ഈ നിലക്കാണെങ്കിൽ ഞാൻ കുറച്ച് കഷ്ടപ്പെടുമല്ലോ നൗറുകുട്ടി. അവളുടെ മൂക്കിൽ പെരുവിരലാൽ തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. നാണം കൊണ്ട് നൗറ ഉലഞ്ഞുപോയി. മുഖം ചുവന്ന് തൊടുത്തു. അവനെ നോക്കാൻ കഴിയാതെ നൗറ അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. ദേവേണ്, ഇനി ഇങ്ങനെ നിന്നാലേ എൻ്റെ ഉള്ള കൺട്രോളും കൂടി അങ്ങ് പോകും. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. റഹീം ചിരിയോടെ പറഞ്ഞു. നൗറയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവൾ അവനെ മുഖം കൂർപ്പിച്ചുകൊണ്ട് ഉന്തി മാറ്റി. അപ്പോഴാണ് താഴെ നിന്ന് ജമാൽ എന്തോ ആവശ്യത്തിന് റഹീമിനെ വിളിച്ച്. ദേ, മുഖമൊക്കെ നല്ലോണം കഴുകി സുന്ദരി കുട്ടിയായിട്ട് താഴേക്ക് വന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് കരഞ്ഞു വിളിച്ചൊക്കെ എല്ലാവരും അറിയും. പിന്നെ ലച്ചുവിനോട് വരണ്ടാന്ന് വിളിച്ചു പറഞ്ഞേക്ക്. നൗറ അവനെ നോക്കി തലയാട്ടി. റഹീം അവളെ ചേർത്ത് നിർത്തി നെറുകയിൽ ഒന്നുകൂടി ഉമ്മ വെച്ച ശേഷം താഴേക്ക് ഇറങ്ങിപ്പോയി. സംഭവിച്ചതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി നൗറക്ക്. വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും നാളപ്പം തന്നെ വട്ടി കളിപ്പിക്കായിരുന്നു ദുഷ്ടൻ. പക്ഷേ ആ മനസ്സ് നിറയെ താൻ മാത്രം, തന്നോടുള്ള അടങ്ങാത്ത പ്രണയം. തൊട്ടു മുമ്പ് നടന്നു ഓർക്കും തോറും നൗറയുടെ മുഖം വീണ്ടും ചുവന്നു. ലച്ചുവിനോട് വിളിച്ച് നടന്നെല്ലാം പറഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞ് അവൾ താഴേക്ക് പോയി. എല്ലാവരും ഭക്ഷണം കഴിക്കാനായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും റഹീമിന്റെ കണ്ണുകൾ നൗറയുടെ മുഖത്ത് തന്നെയായിരുന്നു. നൗറ അത് കണ്ടെങ്കിലും പിന്നെ അവനെ ശ്രദ്ധിക്കാതെയിരുന്നു. ജമാലും ലൈലാക്കും അത് കണ്ട് ചിരി വന്നെങ്കിലും അവരത് കടിച്ചു പിടിച്ചു. പക്ഷേ നൗറയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത വെപ്രാളവും പരവേശവുമായിരുന്നു. ആ കാപ്പിക്കണ്ണുകൾ അവളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പോലെ തോന്നി അവൾക്ക്. എങ്ങനെയൊക്കെയോ കഴിച്ചെന്ന് വരുത്തി അവൾ എഴുന്നേറ്റു. റഹീം ഭക്ഷണം കഴിച്ച ശേഷം ഉപ്പയുടെ കൂടെ ഉമ്മറത്തേക്ക് പോയി. പണികളൊക്കെ കഴിഞ്ഞ് ഉമ്മാക്ക് മരുന്നെടുത്തുകൊണ്ട് നൗറ റൂമിലേക്ക് പോയി. റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ എന്തൊക്കെയോ മാറ്റം അവൾക്ക് തോന്നി. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ആലോചിക്കും തോറും ഹൃദയം പടപടാമിടിക്കുന്നു.
നെഞ്ചിൽ കൈവച്ച് അവൾ അമർത്തി പിടിച്ചു. വല്ലാത്ത പരവേശം പോലെ. പൊടുന്നതിനെ പുറകിൽ ഡോറടയുന്ന അവൾ അറിഞ്ഞു. നൗറ തിരിഞ്ഞു നോക്കാതെ ശ്വാസം അടക്കി നിന്നു. പുറകിലൂടെ ദൃഢമായ 2 കൈകൾ അവളുടെ വയറിൽ മുറുക്കി ആ ശരീരത്തോട് ചേർത്ത് നിർത്തി. നൗറ വിറച്ചു. നൗറ. ആർദ്രമായിരുന്ന ആ വിളി പ്രതികരിക്കാൻ കഴിയാതെ നിന്നു അവൾ. അവൻ അല്പം കുനിഞ്ഞ് മുഖം അവളുടെ കഴുത്തിലേക്ക് പൂഴ്ത്തി. നൗറ പിടഞ്ഞു. കണ്ണുകൾ അടഞ്ഞു. ഇഷ്ടാണോ എന്നെ? നൗറ അവന്റെ കൈകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവന് നേരെ തിരിഞ്ഞു. ആ മുഖം 2 കൈ കൊണ്ടും കോരിയെടുത്ത് കാലൊന്നെത്തിച്ച് നെറ്റിയിൽ ചുംബിച്ചു. ഒരുപാട്, എൻ്റെ ജീവനേക്കാൾ. ആ കാപ്പിക്കണ്ണുകൾ അതിയായ സന്തോഷത്തോടെ ഒന്നുകൂടി തിളങ്ങുന്നത് അവൾ വ്യക്തമായി കണ്ടു. വശ്യമായ പുഞ്ചിരി ആ കവിൾ തടങ്ങളിൽ വിരിഞ്ഞു. റഹീം അവളെ വാരിപ്പുണർന്ന് കഴുത്തിൽ മുഖമുരസി. ശരീരം കോരി തരിച്ചു പോയി. കുറച്ചു നേരം 2 പേരും എല്ലാം മറന്ന് അതേ നിൽപ്പ് നിന്നു. ഇങ്ങനെ നിന്നാ മതിയോ? കിടക്കണ്ടേ? അവൾ അടർത്തി മാറ്റിക്കൊണ്ട് അവൻ ചോദിച്ചു. അതിനവളൊന്ന് മൂളി. എങ്കിൽ വാ കിടക്കാം, നാളെ നേരത്തെ പോകാനുള്ളതാ. നൗറ മനസ്സിലാവാതെ അവനെ നോക്കി. എങ്ങോട്ട്? അതൊക്കെയുണ്ട്, സർപ്രൈസ്. പറയിക്ക, എങ്ങോട്ടാ? മടുപ്പാടും പറയണ്ടേ? സർപ്രൈസ് അങ്ങനെ ആരെങ്കിലും പറയോ പെണ്ണേ? പിന്നെ ഉമ്മാനോടും ഉപ്പാനോടൊക്കെ ഞാനിപ്പോൾ പറഞ്ഞിട്ടാ വന്നത്. അതുകൊണ്ട് വാ, നമുക്കിപ്പോൾ കിടക്കാം. അതിനവൾ തലയാട്ടി. നൗറ ബെഡിന്റെ ഓരം ചേർന്ന് കിടന്നു. ലൈറ്റ് അണച്ചു വന്നു. റഹീം അവൾ വലിച്ചു തന്റെ കൈക്ക് മുകളിൽ കിടത്തി പൊതിഞ്ഞു പിടിച്ചു. നൗറയ്ക്ക് വല്ലാത്ത തളർച്ച തോന്നി. തൊണ്ട വരളുന്ന പോലെ. ഒരു നാളെ നീക്കാതെ നീക്കി വെച്ച പ്രണയത്തിൻ പുസ്തകം നീ തുറക്കും. അതിലന്ന് നീ എൻ്റെ പേര് കാണും. അതിലെൻ്റെ ജീവന്റെ പേരും കാണും. റഹീം പതിയെ അവളെ ചെവിയിൽ മൂളി. നൗറയുടെ കണ്ണുകൾ തിളങ്ങി. ഉറങ്ങിക്കണ്ടവണ്ണേ, ഇനി ഈ കൈകളിൽ നിന്നൊരു മോചനമോള് പ്രതീക്ഷിക്കണ്ട, കേട്ടല്ലോ എന്നും പറഞ്ഞ് അവളെ നെറ്റിയിൽ ചേർത്ത് മുത്തിയവൻ. നൗറ പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു. 2 പേരും പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. കാലത്തെഴുന്നേറ്റ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ലൈലയോടും ജമാലിനോടും പറഞ്ഞവർ ഇറങ്ങി. പോകുന്ന വഴിക്ക് മുഹമ്മദിന് റഹീംക്കാക്ക് വിളിക്കാനും അവർ മറന്നില്ല. തൻ്റെ മകളുടെ സന്തോഷത്തിൽ ആ മാതാപിതാക്കൾ ഒരുപാട് സന്തോഷിച്ചു. എത്ര ചോദിച്ചിട്ടും എങ്ങോട്ടാണ് പോകുന്നതെന്ന് റഹീം പറഞ്ഞില്ല. അതിൻ്റെ പിണക്കത്തിൽ മുഖവും കൂട്ടിയിരിക്കുകയാണ് നൗറ. റഹീമിന് അവളുടെ കുറുമ്പും പിണക്കവും കണ്ട് ചിരി വരുന്നുണ്ടെങ്കിലും അവനത് അടക്കി പിടിച്ചു. അതിനുമപ്പുറം തൻ്റെ പ്രണയം തന്നോട് ചേർന്നിരിക്കുന്ന ആ അനുഭൂതി ആസ്വദിക്കുകയായിരുന്നു അവൻ. വൈകുന്നേരത്തോടെ മൂന്നാറിൽ അവരെത്തി. നൗറ സന്തോഷത്തോടെ റഹീമിനെ നോക്കി. റഹീം അവൾ നോക്കി പുഞ്ചിരിയോടെ കണ്ണു ചിമ്മി. നൗറയ്ക്ക് വല്ലാത്ത തണുപ്പ് തോന്നി. അവൾ കൈകൾ കൂട്ടി തിരുമ്മി റഹീമിനെ നോക്കി. ഇരുട്ടും വരെ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് ഫുഡ് കഴിച്ച ശേഷം അവർ ട്രീ ഹട്ട് റൂം എടുത്തു. താഴെ നിന്നും ഗോവണി വഴി മുകളിലെത്തിയതും നൗറയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി. രാത്രിയിൽ അത്രയും മനോഹരമായ ട്രീ ഹട്ടിൽ നിന്നുള്ള കാഴ്ച അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ചെറിയൊരു വരാന്തയുണ്ടായിരുന്ന ആ റൂമിന് നൗറ അങ്ങോട്ട് നടന്ന് കൈവരിയിൽ പിടിച്ചു നിന്നു. ഇളം കാറ്റ് അവളെ തഴുകിപ്പോയി. കുറേ സമയം അവളത് ആസ്വദിച്ച് നിന്നു അവിടെ. കുറച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവളെ തന്നെ നോക്കി നിലത്ത് റഹീമും ഇരിക്കുന്നുണ്ട്. ചുണ്ടിൽ പുഞ്ചിരിയും കയ്യിൽ ഗിത്താറുമായി. അവനവൾ അടുത്തേക്ക് വിളിച്ചു. നൗറ അവനടുത്തായിരുന്നു. റഹീം പതിയെ ഗിത്താർ വായിക്കാൻ തുടങ്ങി. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ, ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രയും റഹീം അവളുടെ കണ്ണിൽ നോക്കി പാടിക്കഴിഞ്ഞപ്പോഴേക്കും നൗറയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഗിറ്റാർ താഴെ വെച്ച് റഹീം അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ മുത്തി. പടച്ചവൻ എനിക്ക് നിന്നെ തന്നിട്ടുണ്ടെങ്കിൽ മരണം വരെ ഈ റഹീമിൻ്റെ ജീവന്റെ പാതിയായി നീ എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ നൗറ. എൻ്റെ ജീവന്റെ പാതിയായി, എൻ്റെ സ്വന്തം പെണ്ണായി. നൗറ അവനെ വാരിപ്പുണർന്നു. ആ തണുപ്പിലും അവരവിടെ ചേർന്നിരുന്നു. ഇനി ഒരിക്കലും തങ്ങളെ വേർപ്പെടുത്തല്ലേ എന്ന പ്രാർത്ഥനയുമായി. അങ്ങകലെ മറ്റു 2 ഹൃദയങ്ങളും തങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതം ആസ്വദിക്കുകയായിരുന്നപ്പോൾ ചെറുതായി വീർത്തുന്തിയ അസീനയുടെ വയറിൽ അജ്മൽ കാതുകൾ ചേർത്ത് വെച്ചു. പുഞ്ചിരിയോടെ അവൻ അവളെ ചേർത്തു പിടിച്ചു.
പുതിയ അതിഥിക്കായുള്ള കാത്തിരിപ്പിലാണവർ. സന്തോഷത്തോടെ, അതിയായ ആഗ്രഹത്തോടെ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നാളെ മുതൽ കട്ടക്കലിപ്പൻ്റെ മാലാഖപ്പെൺ എന്ന പുതിയ റൊമാൻറ്റിക് സ്റ്റോറി ആരംഭിക്കുന്നതാണ്. തുടക്കം മുതൽ അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക. മനോഹരമായിട്ടുള്ള കഥയാണ്. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി.